അന്നക്കുട്ടിക്ക് കൊഞ്ച് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൊഞ്ച് വാങ്ങിക്കാൻ വേണ്ടി പോയി. നമുക്ക് എങ്ങും കൊഞ്ച് കിട്ടിയില്ല. അപ്പം നമുക്കൊരു ചൂര കിട്ടി, വെള്ളച്ചൂരയാണ് കിട്ടിയത്. അപ്പം നമ്മൾ അത് വെച്ച് നമുക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചു. 1 കിലോ ആണുള്ളൂ. അപ്പം നമുക്കത് 1 കിലോ എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ വറുത്തൊക്കെ വരുമ്പോൾ ശകലേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളിന്ന് മീനച്ചാർ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ മസാലയൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മീനച്ചാർ ഇടാൻ വേണ്ടി മീൻ വറക്കാൻ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മസാല ഇട്ടേ? കുരുമുളക്, ഇഞ്ചി, കരിയാപ്പല നമ്മുടെ അരച്ചു, വെളുത്തുള്ളി, ചൂര വറുത്തത് കോരുക. കോരിയതിന് ശേഷം ഇടാം. അച്ചാറിടാൻ എടുത്തേക്കുന്ന മസാലകളാണ് മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, മഞ്ഞൾ, ഇച്ചിരി പുളി. ഈ സാധനമാണ് അതിനകത്തിടാൻ പോകുന്നത്. മസാലകൾ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ചൂര വറുത്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് ഇടുകയാണ്. നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അല്ലേ? അതെ, ഒക്കെ ആയില്ലേ? ശകലം വിനാഗിരി ഒഴിച്ച് കൊടുക്കും. ഇനിയൊന്നും ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് എണ്ണയൊക്കെ ഇറങ്ങി ഒന്ന് മയപ്പെടാം. ഇത് നമ്മുടെ വെള്ളച്ചൂരയുടെ മീനാണ് നമ്മളിപ്പോൾ അച്ചാറിട്ടേക്കുന്നത്. ഓക്കെ.